ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ കാർട്ട് മീഡിയ. ഒരു ഗ്യാപ്പിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നത്. അപ്പം നമ്മളിവിടെ നിൽക്കുന്നത് മണ്ണാർശാലയിലാണ് കേട്ടോ. മണ്ണാർശാല ക്ഷേത്രത്തിനടുത്തുള്ള മന്ദാരം റെസിഡൻസിയിലാണ് നമ്മളുള്ളത്. ഒരു ഗസ്റ്റ് ഹൗസാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുമ്പം രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയാൽ അണ്ടർഗ്രൗണ്ടിൽ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ അത്. നമുക്കൊരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം ആ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ശിവൻ്റെ ഒരു ഇതൊക്കെ വരുന്നത്, ഒരു രൂപവും. അതേപോലെ തന്നെ മീനുകളൊക്കെ നമുക്ക് കാണാം. ഒരു ചെറിയൊരു പൂണ്ടിന് നടുക്കായിട്ടാണ് നമ്മുടെ ശിവദേവൻ ഇരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് പിടിപ്പിച്ച കാടൊക്കെയാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നട്ട് തന്നെ പിടിപ്പിച്ചിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കാണുന്നത്. വീഡിയോസ് ഒന്നും എടുക്കണം എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പോസിറ്റീവ് വൈബ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തുകൂടാ? ഇതൊരു മെമ്മറി കൂടിയായിരിക്കില്ല. അപ്പോൾ നമ്മൾ മണ്ണാർശാലയിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഏട്ടൻ്റെ കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അഗ്നിവ് മോന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്താട്ടോ. അതായത് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയായിട്ടുണ്ടല്ലേ. എനിക്കൊരു പോസിറ്റീവ് വൈബ്, നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് തോന്നില്ലേ. അതിൽ നിറയെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 9:30 ഒക്കെ ആകുമ്പോഴാണ് ചോറ് കൊടുക്കാൻ പോകാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി താഴെ വന്നപ്പം അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടല്ലേ ഭക്ഷണമൊക്കെ കഴിക്കാം. അപ്പം നമ്മൾ ഒരു ചായ കുടിച്ച് നേരെ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുറംഭാഗം. അതായത് ഈ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെയാട്ടോ. അതായത് മണ്ണാർശാല ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ആ ഒരു ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗസ്റ്റ് ഹൗസാണിത്. അപ്പോൾ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. നമ്മളൊരു ദിവസം മാത്രമേ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ളൂ. തലേ ദിവസം വന്ന് പിറ്റേന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ എത്തുമ്പം തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു തലേ ദിവസം. അപ്പോൾ നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ പോയിട്ട് കുറച്ച് വഴിപാടുകളൊക്കെ ഷീട്ടാക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഷീട്ടാക്കാൻ വേണ്ടിയിട്ടായിട്ടും പോയതാണ്. അപ്പോൾ ആ സമയം ഞങ്ങൾ ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റും ഇങ്ങനെ പുറം ഭാഗത്തൊക്കെ നോക്കി ഇങ്ങനെ കാണുമായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് മണ്ണാർശാലയിൽ വരുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് നമ്മൾ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് തൊഴുത് അങ്ങനെ പോവുക ചെയ്തിരുന്നത്. ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ തലേ ദിവസമൊക്കെ വന്ന് സ്റ്റേ ചെയ്തിട്ട് റിലാക്സ്ഡ് ആയിട്ട് അമ്പലത്തിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ക്ഷേത്രത്തിലെ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു 10 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറ് കൊടുക്കുമ്പം. അപ്പോൾ ആളതുവരെ ക്ഷമിച്ചിരിക്കുകയായിരുന്നു. വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിലേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 7 o'clock 7:30 ഒക്കെ ആകുമ്പോഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തൊട്ടിട്ട് ഒരു 10 o'clock വരെ ആളിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പോൾ കരച്ചിലിൻ്റെ ഒക്കെ വക്കിലെത്തിയപ്പോഴാണ് ഏകദേശം ആ ഒരു സമയമായത്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ചോറ് കൊടുക്കുന്നതിൻ്റെ ആ ചടങ്ങിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാം. അതല്ലാതെ നമുക്ക് വീഡിയോസൊന്നും അവരെടുക്കാൻ പെർമിഷനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളിലത്തെ കൂടുതൽ വിവരങ്ങളൊന്നും ഞാനിതിൽ കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മളവിടെ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. നേരെ നമ്മൾ പോകുന്ന വഴിയിൽ നിന്നാണ് കേട്ടോ രാവിലത്തെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയ സമയത്ത് നമ്മളെടുത്ത വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി, അതായത് നമ്മുടെ ചോറൂണുകാരൻ അഗ്നിവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.